വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഫോക്കസ് ചെയ്യുന്നില്ല എന്ന പരാതി LDF നേരത്തെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ പലർക്കും പറഞ്ഞും കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെട്ടു. വളരെ സന്തോഷമല്ലേ. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം, ഏത് പ്രതിപക്ഷമായാലും. കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ചയുണ്ട്. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 1 ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയാം. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. ഇനി ഇത് മാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തുകൊണ്ടുവരുമല്ലോ. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണം. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെന്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവില്ല. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുന്നുള്ളവരല്ല, നല്ലതുപോലെ ഗവൺമെന്റിനെതിരെ പറയാം. എന്താ ചെയ്ത്? പലതും ചെയ്തു. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ നേരേറ്റ് പോയി മറുപടി കിട്ടുന്നു. അപ്പൊ അതിൽ നിന്ന് ഒളിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നേര. ഇപ്പോ കേരളത്തില് എല്ലാ ദിവസവും കേരളത്തിന്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിന്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു പോകുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിനെന്തെങ്കിലും മറുപടി അദ്ദേഹം ഇതേവരെ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. ആദ്യം കേരളത്തിന്റെ വികസനത്തിൽ എന്ത് പങ്കുവഹിച്ചു? ഈ 10 വർഷം നാടിന്റെ വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യകരമായ സമീപനം സ്വീകരിച്ചിരുന്നു? ഏറ്റവും പ്രധാന പ്രശ്നം, നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഈ UDF 2018 മഹാപ്രളയം. ആ 18 നോക്കിയാൽ 2 വർഷം മുൻപ് കേരളത്തിൽ അധികാരത്തിലിരുന്നവരല്ലേ? 16 വരെ മാറി മാറി അധികാരത്തിലിരുന്നവരല്ലേ? അപ്പൊ സാധാരണഗതിയിൽ അവര് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ അവഗണിക്കുക, കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുക എന്നൊക്കെ വരുമ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തണ്ടേ? ശബ്ദമുയർത്തിയോ? കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിൽ നിരനിരയായി ഇരിക്കുന്ന UDF MPമാരുണ്ടല്ലോ, ആരെങ്കിലും സംസാരിച്ചു? മാത്രമല്ല, ഞങ്ങള് UDF-നോട് ആവശ്യപ്പെട്ടു. ഇത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണല്ലോ, ഞങ്ങളൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, പ്രക്ഷോഭം നടത്താൻ പോകുന്നുണ്ട്, നിങ്ങളും കൂടി സഹകരിക്കണം. ഞങ്ങളില്ല എന്നല്ലേ സമീപനം. ഇതൊരു LDF-ന്റെ വിഷയമല്ലല്ലോ, നാടിന്റെ വിഷയമല്ല. എന്തുകൊണ്ടാണ് അതിന് സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത്? അത്തരം ഘട്ടത്തിലും പാർലമെന്റിനകത്ത് UDF MPമാർ സംസാരിക്കുമ്പോൾ അവർ ചെയ്തത് ഗവൺമെന്റിനെ ന്യായീകരിക്കലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെ, കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയും കേരളത്തെ ആക്ഷേപിക്കുകയും ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റിനെ ന്യായീകരിക്കുക. ഇതല്ലേ ചെയ്തത്? എന്തുകൊണ്ടാണ് കേരളത്തെ അവഗണിക്കുക എന്ന് പറയും?
കേരളത്തെ തകർക്കുന്നെന്ന് പറയുന്നതായിരിക്കും. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJPയെ അവരുടെ മനസ്സിന് ചെറിയ നോവല് പോലും ഒരു വിഷമവും അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ് UDF കൂട്ടാണെന്ന്? ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ ഇതിന്റെ ഭാഗം എടുക്കുന്നു. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല.